ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഇതിൽ എനിക്ക് സന്തോഷം എന്താന്ന് വെച്ചാല് നമ്മുടെ ഫാമിലിക്ക്, അതായത് വിന്നർ ആവുന്ന 10 പേർക്ക് 100 സബ് ഞാൻ ഫ്രീ ആയി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂ ഇയർ ഓഫർ ആയിട്ട് കേട്ടോ, ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ വീഡിയോ 2024 ഫസ്റ്റത്തെ വീഡിയോ ആണ്. ഇനിയും ഇതുപോലെയുള്ള ഗിഫ്റ്റുകൾ നമ്മുടെ ഫാമിലിക്ക് കൊടുക്കാൻ കഴിയട്ടെ, ഇതിലും വ്യത്യസ്തപരമായിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇന്ന ഒരു ലിമിറ്റേഷൻ ഒന്നുമില്ല. നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട്, അതായത് നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മുടെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ സപ്പോർട്ടിന് സന്തോഷം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ആ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പൊ ആ ന്യൂ ഇയർ കൂടി വന്നപ്പോൾ അതെല്ലാം കൂടി ഒത്തണമെങ്കിൽ എനിക്ക് കൊടുക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ. അതിന് ഒരുപാട് സപ്പോർട്ടീവ് ആയിട്ടുള്ള കമന്റ്, നല്ലതും അതുപോലെയൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതും അതുപോലെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള കമന്റുകളായിരുന്നു. ആ കമന്റ് വായിക്കാൻ ഞാൻ ഒരുപാട് ഇരുന്നു. നന്നായിട്ട് എല്ലാവർക്കും ഞാൻ ഹാർട്ടും റിപ്ലൈ കൊടുക്കാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ വായിക്കണതിന്റെ ആ തിരക്കില് ഒരുപാട് പേർക്ക് ഹാർട്ട് കൊടുത്തിട്ട് തന്നെ എങ്ങനെ മുന്നോട്ട് പോയിട്ടോ. അപ്പൊ നമ്മൾ ആ കമന്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കമന്റ് വന്നിരിക്കുന്നത്, ഞാൻ ഇവിടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണേ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 11K വ്യൂസ് ഉണ്ട്. കമന്റ് ലൈക്ക് വന്നിട്ട് 1.6K ലൈക്ക് ഉണ്ട്. നമ്മുടെ ഫാമിലി എല്ലാവരും ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ. അപ്പൊ അതുപോലെ കമന്റ് 2.5K കമന്റ്സ് ആണ് കേട്ടോ. നല്ല നല്ല കമന്റ്സ് ആണ്. നമ്മുടെ ഫാമിലി ഒരുപാട് പേര് നമ്മുടെ ചാനൽ കൊണ്ട് ഉപകാരം കിട്ടിയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ 2.5K കമന്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാനിവിടെ ഈ ഷെയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ലിങ്ക്, ഇവിടെ കോപ്പി ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ക്രോം ബ്രൗസറിൽ പോകാൻ പോകണം. ഓക്കെ, ക്രോം ബ്രൗസറിൽ പോയ ശേഷം ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യണ് യൂട്യൂബ് റാൻഡം കമന്റ് പിക്ക് കേട്ടോ. കമന്റ്സ് പിക്കർ ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ. ഇത്തരത്തിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം വരും യൂട്യൂബ് റാൻഡം കമന്റ് പിക്ക് ഗീവ് അവേ വിന്നർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൽ ഇത്തരത്തിൽ കണ്ടോ കമന്റ് പിക്കറിന്റെ ആ ഒരു ഓപ്ഷൻ പേജ് ഓപ്പൺ ആകുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നമുക്ക് ആ ഒരു ലിങ്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇവിടെ ആ ഒരു ലിങ്ക് കൊടുത്ത് എക്സ്ട്രാ യൂട്യൂബ് ലിങ്ക് കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഒരു വീഡിയോയുടെ ലിങ്ക് അതാ കൊടുക്കണ്ടോ. പിന്നെ ഇവിടെ ആഡ് കമന്റ്സ് അതായത് ഒരുപാട് പേര് റീപ്ലേസ് ആയിട്ട് കൂടുതൽ ഒരേ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വിന്നർ ആവാൻ കൂടുതൽ ചാൻസസ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടാന്നുള്ള രീതിക്ക് ഇവിടെ നമുക്ക് ആഡ് കമന്റ്സ് റീപ്ലേസ്, അതായത് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ അതിനുശേഷം നമുക്ക് ഇവിടെ നമ്പർ ഓഫ് വിന്നർ അത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ നമുക്ക് ഡ്യൂറേഷൻ അത് കൊടുത്തിട്ടുണ്ട്. അത് 3 സെക്കൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് പെട്ടെന്ന് സെലക്ട് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവിടെ 6 3 ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. 6 3 9 ഇവിടെ കൊടുക്കുന്നു. എന്നതിന് ശേഷം ഗെറ്റ് യൂട്യൂബ് കമന്റ്സ്, എത്ര കമന്റ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. 100 200 300 400 500. ഓക്കെ, 500 കമന്റ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 500 കമന്റ്സിൽ നിന്ന് 10 പേരെ എടുക്കാം. ഓക്കെ, 500 കമന്റ്സിന് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ വിന്നർ 100 സബ്സ്ക്രൈബ്സ് കിട്ടുന്നതായിരിക്കും ഇവർക്ക്. ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് തന്നെ ഇവർക്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഫെന്റാസ്റ്റിക് ഫിൽഷ ഫൈഹ എന്ന് പറയുന്ന ഇവർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഗുഡ് ഇൻഫർമേഷൻ കിട്ടിയതാണ്, ഈ ചാനൽ വഴിയാണ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ABCD ഒന്നും അറിയാത്ത ആളാണ് ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയി എന്നുള്ള രീതിക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ആ ചാനലിൽ എത്ര സബ്സ്ക്രൈബ്സ് ഉണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, 229 സബ്സ്ക്രൈബ്സ് ഉള്ളൂ. അപ്പൊ ഇവർക്ക് 100 സബ്സ്ക്രൈബർ, 100 അതിൽ കൂടുതലോ ഒരിക്കലും കുറയില്ല കേട്ടോ. 100 ആ ഒരു സബ്സ്ക്രൈബ്സിന് ഭാഗ്യശാലി ആയിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവർക്ക് എന്തായാലും ഗുഡ് ലക്ക്. ഓക്കെ, അപ്പൊ ഇവർക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, സബ് എൻ്റെ വക ഇപ്പൊ തന്നെ ഒന്ന് ഫ്രീ. ഇനി നമുക്ക് ബാക്കിലോട്ട് പോയിട്ട് ആ ഒരു പിക്കറിലോട്ട് പോകാം. ഓക്കെ, ഇവിടെ ആഡ് വന്നു അപ്പോഴത്തേനും. അപ്പോൾ മെസ്സേജുകളും വരികയാണ്. ഈ ആഡിനെ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നമുക്ക് അതിൻ്റെ താഴെ തന്നെ കമന്റ് പിക്ക് ചെയ്യാം. ഇതല്ലോ പിക്ക് അനദർ വിന്നർ. ഓക്കെ, ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, അടുത്തത് ഇവിടെ വന്നിരിക്കുന്നത് സ്മിത JK മൈ എന്ന് പറയുന്ന ഈ ഒരു ചാനലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ അങ്ങനെ തന്നെയാണ് പേര് തോന്നുന്നു, സ്മിത JK മൈ. ഓക്കെ, ഈ വീഡിയോയിൽ എല്ലാം വളരെ ഉപകാരം തന്നെ അല്ലേ ഇക്ക, പറഞ്ഞ ഓരോ വാക്കുകളും മനസ്സ് നിറയുന്നതാണ്. ഞങ്ങളുടെയും പുതുവത്സര ആശംസകൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ചാനലിൽ എത്ര സബ്സ്ക്രൈബ്സ് ഉണ്ട് നോക്കാം. 861. ഓക്കെ, രണ്ടാമത്തെ വ്യക്തിക്ക് 861 ഉള്ളൂ. അപ്പൊ ഇവിടെ 100 അങ്ങനെ 1000 സബ് നമ്മൾ എന്തായാലും ഇത് തയ്ക്കുന്നതായിരിക്കും കേട്ടോ. കുറച്ച് സബല്ലോ പിന്നെ വേണ്ടു. അപ്പൊ ഞാൻ എന്തായാലും ഒരു 1K ഇവരുടെ ആദ്യത്തെ സന്തോഷം
നിറവേറി കൊടുക്കാൻ വേണ്ടി ഞാൻ നോക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 861 ഉണ്ട്. ഇപ്പൊ ഞാൻ ഒന്ന് ചെയ്തു 862 പ്ലസ് ഞാൻ ആ ബാക്കിയുള്ളതും കൂടി ആഡ് ചെയ്തിട്ട് 1K ഫില്ല് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കൺഗ്രാജുലേഷൻ. ഓക്കെ, ഇവർക്ക് എന്തായാലും ഭാഗ്യമുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ വിന്നറിലോട്ട് പോകാം. ഓക്കെ, മൂന്നാമത്തെ വിന്നറിലോട്ട് പോകാൻ വേണ്ടി പിക്ക് അനദർ വിന്നർ. അതിൽ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുന്നു. ഇവിടെ വരുന്നുണ്ട് വിന്നർ അടുത്ത ആള്. ഓക്കെ, RK4U. ഓക്കെ, RK4U എന്നുള്ള ചാനലാണ്. ഷമീർ ഭായിയുടെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് വലിയ എനർജിയാണ് മനസ്സിൽ ലഭിക്കുന്നത്. മുന്നോട്ടുള്ള യാത്രയല്ല യൂട്യൂബേഴ്സിന് വലിയ മോട്ടിവേഷൻ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ചാനൽ ഒന്ന് നോക്കി നോക്കാം. RK4 കുറ്റിക്കര എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചാനൽ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും 9.63K സബ് ഉണ്ട്. അപ്പൊ ഇവർക്ക് 100 സബ് നമുക്ക് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. 9.63. നിങ്ങൾക്ക് ഈ ചാനലൊക്കെ വീണ്ടും പിന്നെ നോക്കാം കേട്ടോ. ഈ വീഡിയോ കഴിഞ്ഞ ശേഷം അടുത്ത ദിവസം തന്നെ നോക്കിക്കോളൂ, ഇവർക്ക് സബ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. എല്ലാവർക്കും ചെക്ക് ചെയ്യാം. ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇതിൽ എത്ര സബ്ബാണ് ഇപ്പൊ ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് എത്രാമത്തെ? മൂന്നാമത്തെ കഴിഞ്ഞു. ഓക്കെ, മൂന്നാമത്തെ 4ാമത്തെ ആയോ എന്തോ. എന്തായാലും ഞാൻ 3 കണക്കാക്കുന്നു കേട്ടോ. 3 എണ്ണം ഓക്കെ ആയി എന്ന് കരുതുന്നു. ഇനി 4ാമത്തിലോട്ട് കിടക്കാം. അനദർ പിക്ക്. ഓക്കെ, ഇവിടെ അടുത്തത് വന്നിരിക്കുന്നത് പ്രിൻസി ഷൈജു. ഓക്കെ, ഇവർക്കാണ് അടുത്തത് കേട്ടോ. പ്രിൻസി ഷൈജു. ഇവർക്ക് എത്രയാണ് നോക്കട്ടെ. ഇവിടെ ഒരു ഡീറ്റെയിൽ കമന്റ്സ് ഒന്നും കാണാനില്ല. ചാനലാണെങ്കിലേ നമ്മൾ ഇവിടെ ഗീവ് അവേ പ്രൈസ് കൊടുക്കുള്ളൂ. ചാനലിലെല്ലാ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ കൊടുക്കുന്നില്ല കേട്ടോ. ഒരു വെറും ലോച്ചിന് മാത്രം ഹാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ചാനലാണ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഇവർക്ക് 747 സബ് ഉണ്ട്. എന്റെ വക ഒരു സബ്. അപ്പൊ 748 സബ് ഇപ്പൊ ഉണ്ട്. അപ്പൊ ഇവർക്ക് 100 സബിന് അർഹരായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കൺഗ്രാജുലേഷൻ. അപ്പൊ നമ്മുടെ എത്രയായി? 5 ആയി അല്ലേ? 5 പേരായി. ഇനി നമുക്ക് അടുത്ത ആളെ നമുക്ക് പിക്ക് ചെയ്യാം. പിക്ക് അനദർ വിന്നർ. ഓക്കെ, അടുത്ത വിന്നർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അണ്ടർ റേറ്റഡ് വേൾഡ് എന്ന് പറയുന്നുള്ള ചാനലാണ് ഇവിടെ വിന്നർ ആയിരിക്കുന്നത് കേട്ടോ. അപ്പൊ എത്ര മാത്രം പറഞ്ഞാലും എന്നൊക്കെ പറയും, കഷ്ടപ്പാടും കഴിഞ്ഞ് ഓരോരുത്തരും ജീവിക്കാൻ തുടങ്ങുന്നത് താങ്കളുടെ അത്രയും ഹാർഡ് വർക്ക് ഓരോ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നല്ലൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് അവരുടെ ചാനലിൽ എത്ര സബ് ഉണ്ട് നോക്കാം. ഓക്കെ, അപ്പൊ അവർക്ക് 93 സബ് ഉള്ളു. ഓക്കെ, 100 സബ് നമ്മുടെ കിട്ടും. അപ്പൊ 193 സബ് കൂടുതലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഓക്കെ, ഒരു സബ് നമ്മുടെ വക കൊടുക്കുന്നു. ഓക്കെ, 6 ചാനലായിട്ടോ, 6 പേരായി. അപ്പൊ ഇവർക്ക് കൺഗ്രാജുലേഷൻ. അപ്പോൾ എബൌട്ട് ദ വേൾഡ് എന്നാണ് ചാനലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നത് കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ചാനലിലോട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വിന്നറിനെ സെലക്ട് ചെയ്യാം. പിക്ക് അനദർ. സ്റ്റാർട്ട്. ഓക്കെ, അടുത്ത വിന്നർ വരുന്നുണ്ട്. 7 പേരായി ടോട്ടല്. 8ാമത്തെ ആളാണ്. 8ാമത്തെ ആള് ഇതവിടെ വന്നിട്ടുണ്ട്. റെയ്നു ആർട്സ് കേട്ടോ. റെയ്നു ആർട്സ് ആണ്. റെയ്നു ആർട്സിന് ഫസ്റ്റ് ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ചാനലിൽ ക്ലിക്ക് ചെയ്തിട്ട് എത്രത്തോളം സബ് ഉണ്ട്? 134 സബ് ഉണ്ട്. ഓക്കെ, 134 സബാണ്. അപ്പൊ 100 സബ് കിട്ടുമ്പോൾ 234 സബ് എബോവ് വരും. ഓക്കെ, അപ്പൊ എന്റെ ഭാഗം ഒരു സബ് 135 സബായി. ഓക്കെ, അപ്പൊ ഞാൻ ഇവർക്കൊക്കെ നമ്മൾ സബ് ഇനി ആഡ് ചെയ്യാൻ കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ ഗ്രൂപ്പ് വഴി നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മൾ സബ് ജെന്യുവൻ ആയിട്ട് ലൈഫ് ടൈം ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള സബ്ബാണ്. ഒരിക്കലും കൊഴിഞ്ഞു പോകുന്നതോ ഡ്രോപ്പ് വരുന്നതോ സബ്ബല്ല. ഓക്കെ, അപ്പൊ നമ്മൾ അവർക്ക് കൊടുക്കുന്നതായിരിക്കും. കൺഗ്രാജുലേഷൻ കേട്ടോ. റെയ്നു ആർട്സിന് കൺഗ്രാജുലേഷൻ. ഇനി നമുക്ക് ഇപ്പൊ 8 ആയില്ലേ. ഇനി 9ാമത്തെ ആളെ നമുക്ക് സെലക്ട് ചെയ്യാം. പിക്ക് അനദർ. സ്റ്റാർട്ട്. ഓക്കെ, ഇതും റിന്യൂസ് ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. റിന്യൂസ് ഫാമിലി ലൈഫ്. ഓക്കെ, ഇവർക്ക് നല്ലൊരു ഗിഫ്റ്റ് അല്ലാഹു അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. ആമീൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവരുടെ ചാനലിൽ ഒന്ന് നോക്കാം എത്രത്തോളം സബ് ഉണ്ടെന്ന്. 558 സബ്. ഓക്കെ, ഇങ്ങനെ ചെറിയ ചെറിയ ചാനലിലൊക്കെ സബ് കിട്ടുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ട്. കാരണം 1K എബോ ആയവർക്ക് അത് 100 സബ് ഒന്നും കിട്ടിയില്ലെങ്കിൽ അവർക്ക് എന്തായാലും സബ് കയറിക്കൊണ്ടേയിരിക്കും. ഈ 1K എത്തിക്കാനാണ് നമ്മുടെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഫാമിലിക്ക് കുറച്ച് കഷ്ടം, കുറച്ച് സ്ട്രഗിൾ, പിന്നെ അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹവും 1K സബ്സ്ക്രൈബ്സ് ഒക്കെ ആവണം എന്നുള്ളതേ. അപ്പൊ ഇത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ 558 ഉണ്ട്. ഇപ്പൊ ഞാനൊന്ന് സബ് ചെയ്തിട്ടുണ്ട്. 559 സബ്. അപ്പൊ ഇവർക്ക് കൺഗ്രാജുലേഷൻ കേട്ടോ. റിന്യൂസ് ഫാമിലി ലൈഫ്. ഓക്കെ, ഓക്കെ, ഫാമിലി ലൈഫ് എന്നാണ്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇവർ 9ാമത്തെ ആളാണ്. 9ാമത്തെ ആൾക്ക് കൺഗ്രാജുലേഷൻ. ഇനി പിക്ക് അനദർ വിന്നർ. നമുക്ക് 10ാമത്തെ ഫൈനൽ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ നമ്മൾ ഒന്നും കൂടി അവരെ സെലക്ട് ചെയ്യുന്നു, 10ാമത്തെ ആളെ. ഓക്കെ, യൂസർ HM2X എന്നൊക്കെ പറഞ്ഞിട്ടാണ്. നല്ല നല്ല കാര്യങ്ങളാണ് ഞങ്ങൾക്ക് തരുന്നത്.
വീഡിയോസും കാണാറുള്ള ഒരുപാട് സന്തോഷമുണ്ട്. വൈകിപ്പോയി, ഇനിയും വിവരങ്ങളിൽ എത്തട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുന്നു, ചാനലിലോട്ട് പോകുന്നു. ഓക്കെ, ചാനലിൽ പോകുന്നു. ഷാസ് മോൾ എന്നാണ് കേട്ടോ, ഷാസ് മോൾ എന്നാണ്. അപ്പോൾ ഇവിടെ 397 സബ്ബുള്ളൂ. ഓക്കെ, അപ്പോൾ കൺഗ്രാജുലേഷൻ, ഇവർക്ക് നമുക്ക് ഒരു സബ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. 397 പ്ലസ് 497, അപ്പൊ 497 500 സബ് കണക്കാക്കാം. ഓക്കെ, അപ്പൊ ഇവരുടെയൊക്കെ ചെക്ക് ചെയ്തോളൂ, ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാം. സബ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. കൺഗ്രാജുലേഷൻ. ഓക്കെ, ഇനി നമുക്ക് 10 ആളായി. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടി സെലക്ട് ചെയ്യാം. ഞാൻ ഒരാളെ വിട്ടിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. അപ്പൊ 1-2 പേർക്കും കൂടി ഞാൻ കൊടുക്കാൻ പോവുകയാണ് എക്സ്ട്രാ. ഓക്കെ, എന്റെ വക ഒരു സന്തോഷത്തിന്, എന്തെങ്കിലും മിസ്റ്റേക്ക്, എന്തായാലും കുറവ് വരരുത് എന്നുള്ള കാര്യത്തോട് കൂടിയിട്ടോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്ത എല്ലാവർക്കും ബിഗിനർ ആയിട്ടുള്ളവർക്ക് കിട്ടുന്നതുകൊണ്ട് ഞാൻ വീണ്ടും സെലക്ട് ചെയ്യാണ്. കാരണം അവർക്ക് കിട്ടുമ്പോൾ വളരെ സന്തോഷം തന്നെയാണ്. വലിയ വലിയ ആൾക്കാർക്ക് കിട്ടിയ സന്തോഷമൊക്കെ തന്നെ, പക്ഷെ എന്നിരുന്നാലും ചെറിയ ആളുകൾക്ക് കിട്ടുമ്പോൾ വളരെ സന്തോഷമാണ്. കാരണം അവർക്ക് കൂടുതൽ പ്രാധാന്യം ഇത്തരത്തിൽ 100 സബൊക്കെ ഒന്ന് നോക്കി കാണാൻ വളരെ ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോഫിയാസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. സോഫിയാസ് വേൾഡിന് എത്ര സബ്ബാണെന്ന് നോക്കാം. ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, തുടക്കമെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് സബ് കുറച്ചോ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ നോക്കുക. 79 സബ് ഉള്ളൂ. ഓക്കെ, കൺഗ്രാജുലേഷൻ. ഓക്കെ, കൺഗ്രാജുലേഷൻ. അപ്പൊ നിങ്ങൾക്കും വിന്നറാണ്, 100 സബ് കിട്ടുന്നതായിരിക്കും. അപ്പോ ഇപ്പൊ ഒരു സബ് എന്റെ വക ഓക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ഇവർക്ക് സബ് 100 കൂടി കിട്ടുമ്പോൾ 179 ആകുമ്പോൾ 200 സബൊക്കെ ടോട്ടൽ ആവും. ഓക്കെ, ഇനി ഞാൻ ഫൈനലായിട്ട് ഒന്നും കൂടി എടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ എന്റെ സന്തോഷം, നമ്മുടെ ഫാമിലിന്റെ ആ സപ്പോർട്ട് കൊണ്ട് സന്തോഷം നമ്മളുടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഫാമിലിക്ക് തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, അടുത്തത് അനദർ പിക്ക്. ഓക്കെ, ഇക്കിയും ഞാനും എന്ന ഒരു ചാനലാണ്. എനിക്ക് ഒരു ചാനലുണ്ട്. യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഞാൻ താങ്കൾ ഇടുന്ന വീഡിയോ കണ്ടിട്ടാണ് പലതും മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് അത്തരത്തിലുണ്ട്. തീർച്ചയായിട്ടും അവർക്കൊക്കെ മനസ്സിലാകുന്ന പോലെ തന്നെ ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇക്കിയും ഞാനും എന്നുള്ള ഈ ചാനലിൽ എത്ര സബ് ഉണ്ട് നോക്കാം. ഇക്കിയും ഞാനും 1.2K ഉണ്ട്. ഓക്കെ, സന്തോഷം, കുഴപ്പമില്ല. എന്നിരുന്നാലും എൻ്റെ വക 100 സബ് കിട്ടുന്നതായിരിക്കും കേട്ടോ. 1.2K ഉണ്ട്. അപ്പോൾ 3K ആക്കുന്നതായിരിക്കും. ഇപ്പൊ ഞാനൊരു സബും കൂടി കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഫൈനലി ഇവര് ഇക്കിയും ഞാനും എന്ന് പറയുന്ന ആ ചാനലോട് കൂടി നിർത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം, വിലയേറിയ അഭിപ്രായം, കമന്റ്സ് ഒക്കെ എന്തായാലും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക കേട്ടോ. എന്താണ് ഈ ഗീവ് അവേനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ആരും നിരാശപ്പെടരുത്. അതായത് ഇനി കിട്ടിയിട്ടില്ല എന്നുള്ളവര് നിരാശപ്പെടേണ്ട. ഇനിയും വരും ദിവസങ്ങളിൽ നല്ല നല്ല ഇതുപോലെ ഹാപ്പിനെസ് മൂവ്മെന്റ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. ഇത് നമ്മളിപ്പോ ഈ ഒരു കാര്യം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ യൂട്യൂബിനെ കുറിച്ച് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഇല്ലാണ്ട് ഈ ഒരു ഗീവ് അവേ തന്നെ ആയി മാറും ചാനൽ. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വേറെ എന്തെങ്കിലും ഒരു തരത്തിൽ ഇടയിലൊക്കെ എന്തെങ്കിലും ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇൻഷാല്ലാ ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ ഇതുപോലെ ചെറിയ ഫാമിലിക്ക് ഒരു ഹെൽപ്പ് ആവാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടാവുന്ന എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്ന പോലെ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിൽ ഒരു സന്തോഷമുണ്ട്. അപ്പൊ ഇത്രയും പേർക്ക് തീർച്ചയായിട്ടും നമ്മൾ എന്താണ് നമ്മുടെ ഫാമിലിക്ക് ഒരു സബ് അത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അവരൊക്കെ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ഉയരത്തിൽ മുന്നോട്ട് പോകട്ടെ. യൂട്യൂബുമായിട്ട് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം നിറവേറട്ടെ എന്നുള്ള ആശംസയും അതുപോലെ തന്നെ പ്രാർത്ഥനയും കൂടെ തന്നെ ഞാൻ തീർച്ചയായിട്ടും ഇനിയും വരും ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോയുമായി ഇടുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.